സോ മൂന്ന് പേർക്കും വെൽക്കം. എന്താടാ നിനക്ക് പെണ്ണെ കണ്ടപ്പോ ശരിക്കും എങ്ങനെ ഇത്ര കൂളായിട്ട് നിൽക്കാൻ പറ്റണേ? പടത്തിനെ പറ്റി ചോദിക്കും. എന്റെ കാരണം ഇങ്ങനെ ഞാൻ കപ്പമാക്കി നോക്കുമ്പോ ഒരു ദിവസം ഞാനൊരു ബിരിയാണി വെക്കും. ഏതൊരു സിനിമയും ഏതൊരു കഥയും നമുക്ക് സ്ക്രീൻ പ്ലേ കൊണ്ട് നന്നാക്കാം, സ്ക്രീൻ പ്ലേ കൊണ്ട് മോശമാക്കാം. ആസിഫ് അലിയുടെ കരിയർ ഇനി അങ്ങ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നൊരു റൂമർ ഞാൻ കേട്ടു. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ജീവിതത്തിൽ സംഭവിച്ച അന്നത്തെ മോശം കാര്യം എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമായിട്ട് മാറിയത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് കള്ളക്കടത്ത് എന്തോന്ന് എടുത്ത് വെച്ച് നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. തലവന്റെ അനൗൺസ്മെന്റ് മുതല് ഒരു കോംബോയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നത്. ജിസ് ജോയ് ആസിഫ് അലി, ബിജു മേനോൻ ആസിഫ് അലി. അങ്ങനെ ആ തലവൻ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വി ഹാവ് ആസിഫ് അലി, ജിസ് ജോയ് ആൻഡ് പ്രൊഡ്യൂസർ അരുണാരാണ്. സോ മൂന്ന് പേർക്കും വെൽക്കം. താങ്ക് യു. ഈ ജിസ് ജോയും BMW ഒരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണല്ലോ. അപ്പോ അന്നത്തെ ഒരു ട്രാവൽ ഉണ്ടല്ലോ, ഈ മറ്റേ ബൈസൈക്കിൾ ദിവസിന്റെ കഥ പറയാൻ പോയ ഒരു ഡ്രൈവ്, അതിപ്പോഴും ഓർമ്മയുണ്ടോ ഭയങ്കരമായിട്ട്? പിന്നെ അത് ജിസ് വന്ന് എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയപ്പം ബൈസിക്കിൾ ദിവസ് കണ്ടവർക്ക് അറിയാം അതിന്റെ സ്ക്രിപ്റ്റിലുള്ള ഒരു രസമുണ്ട്. എല്ലാ 5 മിനിറ്റ് കൊണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനിത് കേട്ട് തുടങ്ങിയപ്പോ മുതല് എനിക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് നരേഷൻ എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഓർമ്മയുണ്ട്. ഫസ്റ്റ് ക്യാമറ വെച്ച ഷോട്ട് ഏത് ശരിക്കും ആസിഫിന്? എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഓണത്തിന്റെ തലേ ദിവസമായിരുന്നു. അപ്പോ എന്താ പറയാ, ആസിഫും അപർണയും കൂടെ ഒരു അപർണ ഗോപിനാഥ് ഒരു എന്താ പറയാ എന്തോ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോപ്കോൺ ആണ് കഴിച്ചുകൊണ്ട് നടന്നു വരുന്ന മേലേവാനിലെ കിളികൾ എന്ന് പറഞ്ഞ പാട്ടിന്റെ സോങ് കട്ടാണെന്ന് എടുത്തു തുടങ്ങിയത്. ഈ തലവന്റെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? തലവന്റെ ഫസ്റ്റ് ഷോട്ട് ബിജുവേട്ടൻ ആസിഫ് ഒരു 4 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അത് കണ്ണൂരാണ്, കണ്ണൂർ ബീച്ചേട്ടനെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ ജോയിൻ ചെയ്തതും അവിടെ ജയിലിൽ തന്നെ ആയിരുന്നു. അതെ കറക്റ്റ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെടുത്തി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമില്ലാത്ത, ഓരോ സീനിലും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഫിലിം മേക്കർ ആണല്ലോ. അപ്പൊ ഈ ചെയ്യുന്ന ജോണറുകൾക്കൊക്കെ ഈ ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, എന്തെങ്കിലും ഫ്രഷ് ആയിരിക്കണം എന്ന് കൊടുക്കണം. അപ്പൊ തലവനിലേക്ക് വരുമ്പോ എന്താ ഒരു ഫ്രഷ് ആസ്പെക്ട് ആയിട്ടുള്ളത്? അല്ല, ഇതിനകത്ത് എല്ലാ കുറ്റാന്വേഷണ കഥയിലും ആ കുറ്റാന്വേഷണം പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും ആ ഒരു മേക്കർക്കുള്ള ഒരു കിക്ക് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഈ ഇമേജിൽ നിൽക്കുന്ന 2 ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് ഒരു ത്രില്ലർ പടം, ഒരു കുറ്റാന്വേഷണ സിനിമ, ഒരു ചെറിയ ലെയറിൽ ഈഗോയൊക്കെ കിടക്കുന്ന ഒരു കുറ്റാന്വേഷണ പോലീസ് സ്റ്റോറി ചെയ്യാന്ന് പറയുന്നത് തന്നെയായിരുന്നു അത് തന്നെയാണ് ഇതിന്റെ ജോണർ. പ്രത്യേകിച്ച് എന്താ പറയാ, വേറെ അയ്യപ്പനും കോശിയുമായിട്ട് അങ്ങനൊന്നും ഒരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു ക്ലാഷിന്റെ പടമേ അല്ല, കുറ്റാന്വേഷണ സിനിമയാണ്, പക്കാ കുറ്റാന്വേഷണ സിനിമയാണ്. പിന്നെ ഈ വേറെ പെക്യുലാരിറ്റി ഉണ്ടല്ലോ, എടുത്തിരിക്കുന്ന എല്ലാ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ജിസേട്ടൻ തന്നെയാണ്. ഡയലോഗ്സും ആണ് ഞാൻ എഴുതുന്നത്. അത് ശരിക്കും അത് തരുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പൊ ആസിഫ് ഹസനായിട്ട് എല്ലാ സിനിമയിലുള്ള ഒരു ഭയങ്കര ഇന്റഗ്രൽ പാർട്ടാണ്. അത് തരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ, ഇദ്ദേഹത്തിന് എന്തൊക്കെ വഴങ്ങും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് തരുന്ന ഒരു അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നിയിട്ടുള്ള ഏതൊരു സിനിമയും ഏതൊരു കഥയും നമുക്ക് സ്ക്രീൻ പ്ലേ കൊണ്ട് നന്നാക്കാം, സ്ക്രീൻ പ്ലേ കൊണ്ട് മോശമാക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ആ സ്ക്രീൻ പ്ലേ നമുക്ക് എഴുതാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരു പ്ലസ് ആണ്. അതായത് അപ്പൊ ആസിഫൊക്കെ കണ്ടിട്ട് ഈ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുൻപ് പോലും നമുക്ക് അതിനുള്ള കറക്ഷൻസോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചു വരുമ്പോ, നമ്മളിപ്പോ ഒരു 6 മാസം മുൻപ് നമ്മളുടെ വീട്ടിലിരുന്ന് എഴുതിയ പോലല്ല ഇവർ അഭിനയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾക്ക് അനുസൃതമായി മറ്റാരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക് തന്നെ അത് എഴുതാൻ പറ്റുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് കഴിഞ്ഞ സിനിമകളിലൊക്കെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ സംഭാഷണമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കഥ, തിരക്കഥ ശരത്തും ആനന്ദും നല്ല 2 റൈറ്റേഴ്സാണ്. അവർ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. അതിൽ ഒരാൾ പോലീസ് ഓഫീസറാണ്. അപ്പൊ അങ്ങനെ റിലേറ്റബിലിറ്റി ഉള്ള ഒരു സിനിമയാണ്. ശരി, ആസിഫ് ഈ ജിസ്മോളിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താ ആസ് എ ഫിലിം മേക്കർ പോയിന്റ് ഓഫ് വ്യൂ? സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് 100% കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ജിസിനില്ല. ഞങ്ങള് സിനിമ ചെയ്യാൻ തീരുമാനിച്ച ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുന്ന ആ മൊമെന്റ് മുതൽ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സിനിമ വളർന്നുകൊണ്ടിരിക്കും. അത്
ഞാൻ എഴുതി ലോക്ക് ചെയ്ത് വെച്ച ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ട് കഴിയുമ്പോഴും ഒക്കെ ഈ സ്ക്രിപ്റ്റ് അതിനനുസരിച്ചുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ജിസിന് കൃത്യമായിട്ട് ആളുകളെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്ത് അവർ പെർഫോം ചെയ്യുന്നതനുസരിച്ച് ആ സ്ക്രിപ്റ്റിലുള്ള ഓൾട്ടറേഷൻസ് ജിസ് വരുത്തിക്കൊണ്ടിരിക്കും. അത് പിന്നെ എല്ലാ രീതിയിലും ഇപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓരോരുത്തരുടെ ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജിസ് ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അത് ചിലപ്പം ഒരുപാട് നാളെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും ജിസിന്റെ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയലോഗ്സിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിക്ക് ആളുകളുടെ പെർഫോമൻസിൽ ഡയലോഗ് ഡെലിവറിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ജിസിന്റെ ശ്രദ്ധ എത്തും. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ജിസ് ആ സിനിമയെ തന്നെ ആയിരിക്കും. ഈ ബിജുവേട്ടനായിട്ടുള്ള ഇപ്പൊ അസുവിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സീനുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സീൻ നമ്മുടെ അനുരാഗരിക്കും വെള്ളത്തിലെ ആ സീൻ ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരു ആക്ടറിന്റെ ഇവോൾവ്മെന്റ് സംഭവിക്കുന്നത് ഭയങ്കരമായിട്ട് അറിയാവുന്ന സീൻ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഈ ഫ്രണ്ട്ഷിപ്പിനെക്കാളും കൂടുതൽ. കാരണം ഒരു സെറ്റിൽ വന്ന എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമുള്ള ആളാണല്ലോ. അതെങ്ങനെ നിങ്ങൾ ബിജുവേട്ടനെ ഫസ്റ്റ് കാണുന്നതും ഇപ്പോഴുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ? ബിജുവേട്ടനെ ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു പല സമയത്തും എന്റെ പോലത്തെ തന്നെ സ്വഭാവമുള്ള ഒരാളാണ് ബിജുവേട്ടൻ. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് സൗഹൃദങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന, എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ബിജുവേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സീനിയർ ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഒരു രീതിയിലും നമ്മുടെ ക്യാരക്ടറിനെ നമ്മുടെ പെർഫോമൻസിനെ അദ്ദേഹം ജഡ്ജ് ചെയ്യില്ല. ഇപ്പൊ നമുക്കൊരു പെർഫോം ചെയ്യുന്നതിന്റെ സമയത്ത് നമുക്ക് ഇപ്പം ഒരു കാര്യം ട്രൈ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയ്യോ ഇദ്ദേഹം എന്ത് വിചാരിക്കും എന്ന് നമുക്ക് തോന്നില്ല. ഇപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നത് ബീച്ചേട്ടൻ എന്നെ അടിക്കുന്ന ആ റിയാക്ഷനെ പറ്റി പറയാറുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഞാൻ അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നിയത്. അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടിയൊരു ഫ്രീഡം ആണ്. ഓർഡിനറിയിൽ പക്ഷെ ഇത്രയും ഭയങ്കര ഡീപ് ഫ്രണ്ട്ഷിപ്പ് അപ്പൊ തന്നെ ഉണ്ടായോ? ഓൺ സ്ക്രീനിൽ ഇല്ല, പക്ഷെ ഞങ്ങൾ ഈ ബിച്ചേട്ടന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കണ്ട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. ആ സ്പേസ് നമുക്ക് തരും. ഇപ്പൊ എന്നെ എപ്പോഴും കൊച്ചിറക്കാന്നാണ്, ഇപ്പോഴും അന്നും ഇന്നും വിളിക്കണ കൊച്ചിറക്കാന്നാണ്. അപ്പൊ ആ ഒരു ഫ്രീഡം എപ്പോഴും ബിച്ചേട്ടൻ, ആ വാത്സല്യം എപ്പോഴും ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് കാണുമ്പോഴോ അല്ലെ അതിൽ കറക്ഷൻ വേണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ബിച്ചേട്ടൻ എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പിന്നെ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഒരു സീനിയർ ആക്ടറിന്റേതായ ഒരു തലഖനം ഒന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം ലൊക്കേഷനിൽ നിൽക്കുകയും നമ്മളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്ഷൻ കമ്പനികൾ നോക്കിയിട്ടൊക്കെ നമ്മള് സിനിമകൾ കാണാറുണ്ട്. ഇപ്പൊ ഇത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു സെറ്റ് കൂടെയാണല്ലോ. ഇതിന്റെ സെറ്റിൽ വെച്ചാണല്ലോ 2018 ഈ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത്. ശരിക്കും നല്ല സെറ്റുകളിൽ നിന്നാണല്ലോ നല്ല സിനിമ ഉണ്ടാവുന്ന പറയാം. ശരിക്കും ഈ സെറ്റ് ഭയങ്കര കൂളായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിങ്ങളെല്ലാവരുടെയും ഒരു പരിശ്രമം ഉണ്ടാവല്ലോ, ഭയങ്കര ടിക്കാക്കാണ്ട്. അതൊക്കെ എങ്ങനെ ശരിക്കും നടക്കണേ ആ ഒരു പ്രോസസ്സ്? അല്ല, ഇപ്പൊ ജിസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ജിസ് ഒട്ടും എന്താ പറയുക ഭയങ്കര അജിറ്റേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ എപ്പോഴും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്കത് ഭയങ്കര ആർക്കും അത്തരത്തിലൊരു മടുപ്പുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിയണം എന്ന് പറയുന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പം അത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞില്ല, ജിസിന് അത് ഭയങ്കര മിടുക്കുള്ള ഒരാളാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ നമുക്കൊക്കെ അത് ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. അങ്ങനെ അത് പിന്നെ ഈ പറഞ്ഞ സൗഹൃദങ്ങളുടെ ഇപ്പം ബീച്ചേട്ടനും ആസിയും തമ്മിലാണെങ്കിലും ഞാനും ജിസും ആസിയും തമ്മിലാണെങ്കിലും ആ സൗഹൃദങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും എങ്ങനെ ഇത്ര കൂളായിട്ട് നിൽക്കാൻ പറ്റണേ? വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞങ്ങൾ ചെയ്തപ്പോ ഞാൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്തത് 4 സിനിമകളാണ് ജിസിന്റെ കൂടെ. ആ 4 സിനിമകൾ വെച്ച് നോക്കുമ്പോ ഏറ്റവും വലിയ സിനിമയാണത് ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ. അതിപ്പം സിനിമയുടെ വലിപ്പം വെച്ചാണെങ്കിലും ഇതിന്റെ ബഡ്ജറ്റ് വെച്ചാണെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള, ഏറ്റവും കൂടുതൽ ആളുകളുള്ള, ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണിത്. അപ്പൊ അതും ഈ പറഞ്ഞ 4 സിനിമ ചെയ്ത അതേ ഈസിനെസ്സിൽ തന്നെയാണ് ജിസ് ഹാൻഡിൽ ചെയ്തത്. സോറി, ഒന്നുമില്ല, നമ്മള് ഒരു സെറ്റിനെ കംഫർട്ടബിൾ ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. നമ്മൾ ടെൻഷൻ അടിച്ചപ്പോ ഒരാൾ അഭിനയിക്കാൻ വന്നു, ടേക്ക് തെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു, നമ്മൾ അയാളെ ചീത്ത പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അയാൾ വീണ്ടും വീണ്ടും തെറ്റിക്കുകയുള്ളൂ. നമ്മള് ഒന്നുകിൽ ചെറിയായിട്ടൊരു ടേക്ക് പറയുക, എൻകറേജ്. ഇതൊരു നമ്മൾ സ്വയം വലിയ ക്വാളിറ്റി ഒന്നും അല്ല, ഒരു ടെക്നിക്ക് അത്രേ ഉള്ളൂ. നമ്മൾ സ്വയം കംഫർട്ടബിൾ ആകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. ഇതില് സ്വയം കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ടർ സ്വയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സെറ്റും കൂടെ പെടും. അപ്പൊ നമ്മള്
അത് ഈ പറയുന്ന അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ജിസേട്ടൻ സ്ട്രെസ് വരുമ്പോ എന്താ ചെയ്യാ? അപ്പൊ ഭയങ്കരമായിട്ടൊക്കെ സ്ട്രെസ് വരിക എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, എനിക്ക് സ്ട്രെസ് വരണമെങ്കിൽ ഷൂട്ട് നടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതി കൃത്യമായിട്ട് എന്താ ഷൂട്ട് ചെയ്യണം എന്നുള്ള ബോധത്തിലാണ് സെറ്റിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ സംഭവിക്കുന്ന ചില, ഇപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കടവന്തറയിൽ വെച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഉള്ള ഒരാളെ മറ്റൊരാൾ, ഒരു ഭയങ്കര തടിമാറിനെ പോലത്തെ ഒരാൾ വന്നിട്ട് ഇടിക്കുകയാണ്, സെറ്റിലിട്ട് ഇടിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല, നമ്മളിത് പ്രതീക്ഷിക്കുന്നല്ലോ. ഞാൻ എടുക്കുന്ന സീൻ വളരെ കോമഡി സീൻ എടുക്കുന്ന, മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാനായിട്ട് വരുന്ന സീൻ സൺഡേ ഹോളിഡേയില് അതാണ് എടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സെറ്റിലെ ഒരാളെ പിടിച്ച് ഇടിക്കുകയാണ്. ഇടിയെന്ന് വെച്ചാൽ എന്താണ് കാരണം എന്ന് വെച്ചിട്ട് നിസ്സാര കാരണം, അതായത് ഇയാള് കൈ കാണിച്ചപ്പോ ഇയാള് തിരിച്ച് കൈ കാണിച്ചില്ല. എന്താടാ നിനക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ ഇയാള് പറഞ്ഞു എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല, തെറ്റിദ്ധരിച്ചാ വേറെ ആരുമാണെന്ന് കരുതിയിട്ടാണ് ഇയാള് കൈ കാണിക്കുന്നത്. മറ്റേ ആൾക്ക് ഒപ്പോസ് തിരിച്ചറിയാത്തതുകൊണ്ട് അയാൾ തിരിച്ചും കൈ കാണില്ല. അതിന്റെ പേരിൽ ഇടി. ഞാൻ കാണുന്ന സീൻ എന്താണെന്നറിയോ? അതായത് 100 പേരുള്ള സെറ്റില് ഒരുത്തൻ വന്ന് മറ്റേ ഹീറോയിക് ആയിട്ട് വന്ന് ഇടുകയാണ്. അപ്പൊ ഞാൻ ആ സിറ്റുവേഷൻ ആലോചിക്കും, ഞാൻ ഡയറക്ടറാണ് ഇതിന്റെ, നമ്മൾ ഇത് എന്ത് പറയും? നമ്മൾ പിടിച്ചു മാറ്റാവുന്ന രീതിയിലൊക്കെ പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 പേരും കൂടി ഒരുത്തനെ ഇടിക്കുന്നതാണ്. ആസിഫിന് ഓർമ്മയുണ്ടാവും, ആസിഫ് കാരവണിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ കാരവണിയിലെ കുലുക്കുമ്പോഴാണ് ഞാൻ കർട്ടൻ മാറ്റി നോക്കുമ്പോ പൊടിയാണ് ആദ്യം കാണുന്നത്. ഇത് കഥയിലില്ലല്ലോ, ഇതേത് സീനാണ്? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇത് കണ്ടില്ലല്ലോ. ആസിഫ് വേഗം ചാടി കാരവണിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോ എല്ലാരും കൂടെ ആസിഫിനെ പിടിച്ച്, ആസിഫ് ഇറങ്ങണ്ട ഞങ്ങൾ ഇടിച്ചോളാം എന്നുള്ള. അപ്പൊ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം, അല്ലാതെ ഒരാൾ അഭിനയം തെറ്റിച്ചാലോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പാർട്ട് ഓഫ് ദ ഗെയിം. എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത്, അഭിനയിക്കാൻ വരുന്ന ഒരു ഡയലോഗ് തെറ്റിക്കുന്നതാണ്. അത് മാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പ്രായമുള്ളവരാണെങ്കിൽ ഓക്കെ, ഒരു 10-80 വയസ്സുള്ളവരെ അഭിനയിപ്പിക്കുമ്പോൾ അവര് അല്ലാത്ത ഒരു ഡയലോഗ് തെറ്റിക്കാൻ പാടില്ല. അതായത് അഭിനയം തെറ്റാം, എത്ര പ്രാവശ്യം വേണം തെറ്റാം, പൊസിഷൻസ് തെറ്റാം, വന്ന് നിൽക്കുന്ന പൊസിഷൻ മാറും, ലൈറ്റ് മാറും, ഒക്കെ ശരി. പക്ഷെ ഡയലോഗ് പഠിക്കുക എന്ന് പറയുന്നത് അത് മാത്രമാണ് എനിക്ക് ഇപ്പോഴും എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റാതെ. ഏതെങ്കിലും തരത്തിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഒരു 8 ടേക്കൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ആസിഫിനൊന്നും അങ്ങനെ പറ്റും. ഡയലോഗ് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഓഫ് യു ആൻഡ് വേസ്റ്റ് ഓഫ് യു. ജീവിതത്തിലും സിനിമാ കരിയറിലും സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും, 2 എക്സ്ട്രീമിനെ കുറിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇത്രയും സിനിമകൾ ഒരുമിച്ച് നോക്കിയാണല്ലോ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ? ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ബിറ്റ്വീൻ? ഇല്ല, ഇതുവരെ ഈ സിനിമ പഠിപ്പിച്ചു തന്ന ഏറ്റവും ബെസ്റ്റ് ലെസൺ എന്താ? സിനിമ പഠിപ്പിച്ചു തന്ന ഏറ്റവും ബെസ്റ്റ് ലെസൺ എനിക്ക് പഠിപ്പിച്ചു തന്നത്, ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മാർഗം സിനിമയാണ്. ഫോർ എക്സാമ്പിൾ, കിരീടം എന്ന് പറഞ്ഞ സിനിമ, കിരീടം റിലീസാകുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സിനിമ അന്നത്തെ ഒരു 14 വയസ്സുകാരൻ്റെ ബ്രെയിനിൽ കോറിയിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും പോലീസിന്റെ പിടിയിൽപ്പെടരുത്, പോലീസ് നിന്നിൽ കുറ്റം ആരോപിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്, പോലീസുകാർ ഇടിക്കും, ജീവിതം തുലയ്ക്കും എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ. ഞാൻ ആ കുട്ടിയുടെ ഭാഷയിലാണ് പറഞ്ഞത്, എൻ്റെ ഭാഷയിലല്ല ഞാനിപ്പോൾ പറഞ്ഞത്. അന്ന് തോന്നിയ കുട്ടിയുടെ ഭാഷ ഇതാണ്. ഒരു കാരണവശാലും ഒരു കേസിൽ പോയി പെടരുത്. ഈ സന്ദേശം എനിക്ക് പറഞ്ഞു തന്നത് സിനിമയാണ്. മനസ്സിലായോ? ഒരു കാലത്തും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ. പക്ഷെ അത് അത്രയേറെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, ഞാൻ ശ്രീനിയേട്ടനോട് കഥ പറയുമ്പോൾ, അല്ല സൺഡേ ഹോളിഡേ സെറ്റില് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രീനേട്ടാ ശരിക്കും നിങ്ങൾ എഴുതിയത് തെറ്റല്ലേ? കഥ പറയുമ്പോൾ ക്ലൈമാക്സിൽ മമ്മൂക്ക പറയുന്നുണ്ട്, സിനിമയ്ക്ക് മനുഷ്യർ അത്രയൊന്നും സ്വാധീനം ചെലുത്താൻ കലാസൃഷ്ടികൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ സാധിക്കുമല്ലോ, അല്ലേ? ഒരുപാട് സാധിക്കുന്നതാണ്. എന്താ റിപ്ലൈ പറഞ്ഞേ? പുള്ളി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ, അതൊരു സിനിമയുടെ താനീ പറയുന്ന കോണ്ടെക്സ്റ്റിലല്ല ഞാനത് എഴുതിയിരിക്കുന്നത്. ജിസ് പറയുന്ന കോണ്ടെക്സ്റ്റിൽ ജിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ എന്റെ ആവശ്യം എന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണം. ആസിഫിക്ക് എന്താ ഇത്രയും സിനിമ പഠിപ്പിച്ചെന്ന ഒരു പാഠം? ഞാനിടാ ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ചോദ്യമായിരുന്നു. നല്ല ചോദ്യമായിരുന്നു അത്.
എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും അതിനൊരു മറുപടി പറയുമ്പോൾ ആദ്യം നിന്റെ അടുത്തേ പറയുള്ളൂ. അരുൺ ചേട്ടാ? പേഷ്യൻസ് ആണ്, ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം അതാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ ബിഗ് സ്കെയിൽ സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ബഡ്ജറ്റ് ആണോ, ക്ഷമയാണോ, ആക്ടേഴ്സിന്റെ ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ? ബഡ്ജറ്റ്. അല്ല, ഉറപ്പായിട്ടും നമുക്ക് നമ്മളിപ്പം സിനിമ കഥ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതില്ലാതെ ഡേറ്റ് ഒന്നും കിട്ടില്ല, ബിഗ് സ്കെയിലും ആവില്ല. അതെ, ക്ഷമയൊന്നും പുറത്തിറക്കേണ്ട ഒരു ആവശ്യം. ചോദ്യം കഴിഞ്ഞു. എന്താ പറയുന്നത്? അല്ലല്ല, ഞമ്മള് ബേസിക്കലി അത്തരം ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ആ സിനിമ ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മളത് അങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ. ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അത് ആലോചിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമുക്ക് ഇപ്പം ബിഗ് സ്കെയിൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആലോചിക്കണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ജിസ് നേരത്തെ പറഞ്ഞത് ഒരു നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ളത്. അപ്പം ആ ബഡ്ജറ്റ് ഉറപ്പായിട്ടും വേണം, ക്ഷമ എല്ലാത്തിലും വേണം. ബിഗ് ബഡ്ജറ്റ് സ്മോൾ ബഡ്ജറ്റ് ഒന്നുമില്ല, എല്ലായിടത്തും അതുള്ളത് വളരെ നല്ലതാണ്. ആസിഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി? ആസിഫ് ഈസ് ഗ്രൗണ്ടഡ്. അതൊരു ക്വാളിറ്റിയാണ്. ഈ പറയുന്ന ഏത് ആർട്ടിസ്റ്റ്, ഒരു ഫിലിം സ്റ്റാർ അല്ല, സംവിധായകനോ തിരക്കഥാകൃത്തോ പാട്ടെഴുത്തുകാരനോ മ്യൂസിക് ഡയറക്ടറോ ഏതൊരു കലാസൃഷ്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അങ്ങനെ ആകണം. അത് നമുക്ക് സക്സസിലേക്കുള്ള വഴി കുറെ കൂടെ എളുപ്പമാക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ നമുക്ക് ഒരു ലോട്ട് ഓഫ് എക്സാമ്പിൾസ്, ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അത് നമ്മൾ ഗ്രൗണ്ടഡ് ആകും തോറും അതിനൊരു ബ്യൂട്ടി കൂടും. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കറിനോട് നമുക്ക് തോന്നുന്ന അല്ലേ, അദ്ദേഹത്തിന്റെ കളിക്കപ്പുറമുള്ളൊരു ബ്യൂട്ടി നമുക്ക് റഹ്മാനോട് തോന്നുന്ന ഒരു സാങ്കേതിക ഉണ്ടല്ലോ, അത് ഗ്രൗണ്ടഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് അവരോട് തോന്നുന്നതും അവർക്ക് സ്വയം വളരാനുമുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത് ബീങ് ഗ്രൗണ്ടഡ്. ഭയങ്കര ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കരമായിട്ട് അതിന് ഓരോ കഥാപാത്രം ഇപ്പം ആസിപ്പം 100ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു പുതിയ കഥാപാത്രത്തെ സമീപിക്കുമ്പം ഒട്ടും അങ്ങനെ തന്നെ വളരെ ലൈറ്ററായിട്ട് എടുക്കാതെ വളരെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ ലേണിംഗ് പ്രോസസ്സ് എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കേണ്ട ഓരോ സിനിമകൾ കഴിയുമ്പോഴും. ആസി എന്ന ആക്ടർ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കരമായിട്ട് ആസിയെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു പടത്തിനെ പറ്റി ചോദിക്കും. അല്ല, അപ്പോഴും ഈ പ്രൊഡ്യൂസറിനെ പറ്റി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു ഇത് തന്നെ. പറഞ്ഞില്ലേ, ബജറ്റുള്ള പേഷ്യൻസ് ഉള്ള പ്രൊഡ്യൂസർ. അല്ല അരുൺ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും വന്നത് ഒരു ഏകദേശം ഒരേ റൂട്ടിലാണ്. നമ്മുടെ ചാനലും തുടങ്ങി സിനിമയുടെ ഭാഗമാവാൻ ശ്രമിച്ചു. അരുൺ കുറെ സിനിമകളുടെ ഭാഗമായി. അത് കഴിഞ്ഞ് കുറെ കൂടെ മാനേജറിയൽ സ്കിൽസ് അദ്ദേഹത്തിന് കൂടുതലുണ്ട്. അപ്പൊ ഇവൻച്വലി അദ്ദേഹം പ്രൊഡക്ഷൻ സൈഡിലേക്ക് വന്നു, ഇപ്പൊ ഒരു പ്രൊഡ്യൂസറായി. അപ്പൊ ആ സിനിമ മൊത്തമായിട്ട് എല്ലാ മേഖലയിൽ നിന്നും സിനിമ മനസ്സിലാക്കി പ്രൊഡ്യൂസർ ആവുന്നതിന്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്നാ ഒരു സിനിമ ചെയ്തു വരാം എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രൊഡ്യൂസറും സിനിമയെ മനസ്സിലാക്കി സിനിമ പഠിച്ച് പ്രൊഡ്യൂസർ ആവുന്ന ഒരാളും തമ്മിൽ ലൊക്കേഷൻ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സിനിമയെ മനസ്സിലാക്കുന്ന, ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ, അത് ശരിക്കും ഒരു ഭയങ്കര ബോണസാണ്. നമുക്ക് ആ ലൊക്കേഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയ ലക്ഷറിയാണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ. അത് ഒത്തിരി പൈസ കൊണ്ടിടണം എന്നല്ല, നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് തരുന്ന ഒരാൾ, അത് ആണ് അരുണിനെ ഞാൻ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ആസ് എ പ്രൊഡ്യൂസർ. ഇപ്പോ ജീവിതത്തില് സത്യമായിരിക്കണമേ എന്ന് വിചാരിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂമർ എന്താ നിങ്ങളെ പറ്റിയിട്ടുള്ള? സത്യമാകട്ടെ എന്ന് വിചാരിച്ച് കേട്ടിട്ട് ഭയങ്കര സത്യമാണേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റൂമറുകൾ ഉണ്ടോ? ഒന്നും കത്തുന്നില്ല. ആസിഫ് അലിയുടെ കരിയർ ഇനി അങ്ങ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നൊരു റൂമർ ഞാൻ കേട്ടത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞൊന്നും കത്തുന്നില്ല. അതൊരു ഈ അന്യഭാഷ സിനിമകൾ അങ്ങനെ നമ്മള് ആസിഫിക്കയുടെ ഫിലിമോഗ്രഫിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ശരിക്കും തമിഴിനും? ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ എനിക്ക് ആ സമയത്ത് പലപ്പോഴും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
പിന്നെ ഈ മലയാളത്തിൽ ചെയ്യുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് വേറൊരു ഭാഷയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ പല പ്രാവശ്യവും അവസാന സ്റ്റേജ് വരെ എത്തിയിട്ട് മുങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അന്യഭാഷ ചെയ്യണം എന്ന് തന്നെയാണ്. അത് ഒരു എന്റെ ഒരു ഇതിനേക്കാൾ എന്നെ വെച്ചുണ്ടാവുന്ന, ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ എന്നെ വെച്ച് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈഡ് റേഞ്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റീച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആംഗിളിൽ എനിക്ക് ഉടനെ തന്നെ ഒരു അന്യഭാഷ ചെയ്യണം എന്നുണ്ട്. സംഭവിക്കട്ടെ. ഉപേക്ഷിച്ച വലിയ ഭയങ്കര സ്കെയിൽ സിനിമകളുണ്ടോ? നമ്മളിപ്പോ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളൊക്കെ അന്യഭാഷയില് ഉണ്ട്. പേര് പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപേക്ഷിച്ച ഒരു സിനിമയെ പറ്റി പറഞ്ഞിട്ടേ വെറുതെ അപ്പോഴും ഈ തലവൻ ശരിക്കും പറയുമ്പോ ഈ പേരാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്യാച്ച് എലിമെന്റ്. ഈ തലവൻ എന്ന് പറയുന്ന പേര് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന, എന്നാ ഈ സിനിമയുടെ ടൈറ്റിലായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈറ്റിലാണ് ഈ തലവൻ. തമ്മിലുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷില് അല്ല അങ്ങനെ വിചാരിക്കണ്ട. ഇപ്പൊ ഞാൻ ഇതിനകത്ത് തലവൻ ആരാന്ന് പോലും പറഞ്ഞിട്ടില്ല. ഈ സിനിമയില് ബിജുവേട്ടനാണോ, ഇദ്ദേഹമാണോ, ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ഉണ്ട്, വളരെ പ്രോമിനന്റ് ക്യാരക്ടർ സിനിമയിൽ, അതാണോ, എന്താണ് ഇതിൽ, ആരാണ് ഇത് തലവൻ, അതോ ഈ സിസ്റ്റം ആണോ തലവൻ? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സിനിമ കാണുമ്പോഴേ ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിലേക്ക് എത്താൻ ഞാൻ കുറെ സമയം എടുത്തു, ഒത്തിരി സമയം എടുത്തു. സിനിമ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു 4 മാസമായി, പല ടൈറ്റിലുകൾ ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഈ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല. പൊതുവെ തലവൻ എന്നൊക്കെ വരുമ്പോ ഇതിനു മുമ്പ് പണ്ട് സിനിമ വിശ്വസിക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവണം, മൂർഖൻ വരെ ചെയ്തതാണ്. അപ്പൊ ഉറപ്പായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് പിന്നെ എല്ലാവർക്കും പേര് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യണമെങ്കിൽ അവന്റെ ഈഗോനെ ഹേർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാം. അവന്റെ ഏറ്റവും വേഴ്സ്, അവന്റെ എക്സ്ട്രീം നമ്മൾ കാണണമെങ്കിൽ അവന്റെ ഈഗോ ഹേർട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പൊ ഈ ഒരു ക്യാരക്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഈഗോ ക്ലാഷ് ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂന്റെ പേരിൽ ഉണ്ടാവുന്നതാണെങ്കിൽ ആ ഇമോഷണൽ ട്രാവൽ ഉണ്ടാവല്ലോ, അതിന് വേണ്ടി അത് പാക്ഡ് ആക്കാൻ വേണ്ടി എത്രമാത്രം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. അത് പാക്ഡ് ആക്കാനായിട്ട് ഈ സിനിമയുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന്റെ ഇക്വേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന അത്രയും ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത്രയും മതി അതിന്. ഇപ്പൊ ഇത്രയും 30% മതിയെങ്കിൽ 30% കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഫോക്കസ് പോകും. അതുകൊണ്ട് പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിലല്ല സിനിമ സഞ്ചരിക്കുന്ന മുഴുവനായില്ല. ഒരു പോയിന്റിലേ ഉള്ളൂ അത്. ഇവർ തമ്മിൽ ചെറിയ പോയിന്റാണ്. ഒരു സീനിയർ ജൂനിയർ ഓഫീസർ, പോലീസ് ഓഫീസേഴ്സ് തമ്മിലുള്ള ഈഗോയുടെ ഒരു ഒരു ചെറിയ ഭാഗത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സിനിമ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് സിനിമ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അല്ല സിനിമ. അങ്ങനെയല്ല സിനിമയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് സിനിമയുടെ ഭൂരിഭാഗവും സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിൽ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ട് എന്നുള്ളത് സിനിമയിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ചില ആക്ടേഴ്സ് ഈ ഭയങ്കര ഹെൽപ്ലെസ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഈ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയോടുകൂടെ വന്നിട്ട് ഇൻ കേസ് വർക്ക് ആയില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ ആക്ടറിന് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന 100% എഫേർട്ട് അയാൾ കൊടുത്തു. ഈ പറഞ്ഞ സോ കോൾഡ് റിവ്യൂസിലൊക്കെ ആക്ടർ നന്നായിട്ട് ചെയ്തു, പക്ഷെ സിനിമ അത്രയും ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ടർ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. കാരണം ഞാനിനി എന്താ ചെയ്യാന്നുള്ള ഒരു അത് വരുമ്പോൾ ഒരു ആക്ടർക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് എന്താ? ഭയങ്കര സങ്കടം വരും. ഒരു വല്ലാത്ത സ്റ്റേജ് ആണത്. അത് പക്ഷെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല. നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുന്നത് ഈക്വൽ എഫേർട്ട് ഇട്ടിട്ടാണ്. ഓരോ സിനിമയും നമ്മുടെ ബെസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ലൊക്കേഷൻ ജോയിൻ ചെയ്ത് ഈ സിനിമ വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് പണി അറിയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ പോലും നമ്മൾ ഉഴപ്പില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ആണ് എല്ലാ ഷോട്ടിലും കൊടുക്കുക. അപ്പൊ നമ്മൾ എത്ര 1 more വേണം എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഈ സിനിമ നന്നാവും. ഒരു സിനിമ റിലീസായി ഫസ്റ്റ് ഡേ റിവ്യൂ വരുന്നത് വരെ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവും എന്ന് തന്നെയാണ് ആ സിനിമയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ലാതെ ഒരു ഇത് വരുമ്പോ കുട്ടി ചാവുപിള്ളയായി പോയി എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്ന അതേ വിഷമമാണ് അതിലുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഈ അതിൽ തന്നെ 2 സ്റ്റേജ് ഉണ്ടല്ലോ. കാരണം ഒന്ന്, ഈ ഒരു പ്രൊജക്ടിന്റെ മിഡ് വേയിൽ വെച്ച് നമുക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ്. ഇപ്പൊ പണ്ട് രാജേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് മിഡ് വേയിൽ ഇങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്ന ചിലപ്പോ ഒന്ന് പറയും, എനിക്കിത് അത്രയും നന്നായിട്ട് പോകുന്നില്ല എന്ന് തോന്നുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സിനിമയിലേക്കുള്ള ഒരു ട്രാവലൂടെ ഉണ്ടല്ലോ, അതവിടെ കഴിഞ്ഞെങ്കിലും അത് ഭയങ്കര ക്ലോസ് ടു ആയിട്ടാണ്. അവിടെ എങ്ങനെയാ ആക്ടർ അപ്പൊ പ്രൊസീഡ് ചെയ്യുക ശരിക്കും?
നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അടുത്ത ചെയ്യാൻ പറ്റില്ല. ഈ സിനിമയുടെ വിഷമവും കൊണ്ട് നമുക്ക് അടുത്ത സിനിമയിൽ പോയി അതും മോശമാവാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഉള്ള പ്രതീക്ഷ അതല്ലേ. നമ്മൾ തന്നെ എന്തൊരു എക്സൈറ്റ്മെന്റിലാണ് പല സിനിമയുടെയും പ്രൊമോഷന് ചെല്ലുന്നതും, എന്തൊരു കോൺഫിഡൻസിലായിരിക്കും നിൽക്കുക. അപ്പൊ അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അതിന് ജിസ് കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഇതിനൊരു ഇക്വേഷൻ ഇല്ല. നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നല്ല സിനിമ മാത്രം സംവിധാനം ചെയ്യാന്ന് ഞാൻ ഇക്വേഷൻ ഇല്ല. നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞതിന് സംഭവിച്ചില്ലെങ്കിൽ അടുത്തതിന് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാം. ഇപ്പൊ കഴിഞ്ഞ സെഗ്മെന്റിന്റെ ബാക്കി ഇറ്റ്സ് ലൈക്ക് വേസ്റ്റ് ഓഫ് യു. ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ക്രിറ്റിസിസം എന്താ? ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ക്രിറ്റിസിസം അവിടെ നിന്ന് തുടങ്ങിക്കോ. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, നമുക്ക് നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുമ്പോ പോലും ഇപ്പൊ നമ്മളെ പെർഫോമൻസ് നന്നായില്ല, അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനം നന്നായില്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അത് അടുത്തൊരു മികച്ച കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചറിവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഒരു ഭയങ്കര വേഴ്സായിട്ട് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആ തെറ്റുകളിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. ഉൾട്ടടിച്ചിട്ടുണ്ടോ? അന്ന് പറഞ്ഞ കാര്യം ഫോളോ ചെയ്യാതിരുന്നിട്ട് നന്നായിട്ടുണ്ടോ? ഇപ്പൊ എന്റെ അടുത്ത് എല്ലാം ഞാൻ ജനിച്ചെന്ന് പോലും പറഞ്ഞാണ് ഫോൺ എടുക്കണമെന്ന്. ഞാൻ ഇതുവരെ ഫോൺ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അല്ല, ക്രിറ്റിസിസം എന്ന് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും ഞാൻ പറയും, നമ്മളുടെ കുഴപ്പങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ പോസിറ്റീവ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ആ പോസിറ്റീവ്സ് എല്ലാം പോസിറ്റീവ്സ് ആയിട്ട് വരുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ നമ്മളുടെ ഭാഗത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയും നമുക്ക് തിരുത്താൻ പറ്റുകയും ചെയ്യുന്നു പറയുന്നതാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അത് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ആ കുഴപ്പം നമ്മൾ മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. അങ്ങനെയാണ് ഞാൻ എപ്പോഴും അതിനെ സമീപിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മുന്നോട്ടുള്ളൊരു, ആസി പറഞ്ഞ തന്നെ നമുക്ക് മുന്നോട്ടുള്ളൊരു നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന വലിയൊരു ഫോഴ്സ് ആയിട്ട് ആണ് ഞാൻ എന്നെ കാണുന്നത്. ഈ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ട് എന്തെങ്കിലും അഡ്വഞ്ചേഴ്സ് നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എത്ര 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 കഥകൾ അതുണ്ട്. പക്ഷെ അത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ അവർക്ക് വേണ്ടി അത് ചെയ്യാമെന്ന് നമ്മളാണ് ആ തീരുമാനം എടുത്തത്. അപ്പൊ അത് പാളിയാലും അത് നമ്മുടെ തീരുമാനമായിരുന്നല്ലോ, വേറൊരാള് ഫോഴ്സ് ചെയ്ത് ജയിപ്പിച്ചതല്ല. കൂട്ടുകാർക്ക് വേണ്ടിട്ടല്ലേ. അതാ. നിങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യോ? പാളിപ്പോയ കുക്കിംഗ് എക്സ്പെരിമെന്റുകൾ ഉണ്ടോ? ഞാനോ? ചെയ്തിട്ടില്ല. ഞങ്ങള് കഴിഞ്ഞ വർഷം US പോയി. ഇങ്ങനെ അപ്പൊ ഞങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അവിടുന്ന് അടുക്കളയിൽ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദോശ നമ്മളവിടുന്ന് ദോശ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൽ മുട്ട ദോശ എന്ന് പറയുന്ന ഒരു ഐറ്റം ട്രൈ ചെയ്യുക. ഞാൻ ചെയ്യുമ്പം സാർ അടുത്ത് നിൽപ്പുണ്ട്. അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കാണുക. അപ്പം എനിക്ക് ജസ്റ്റ് കുക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം അറിയില്ല, അടുക്കളയിൽ കയറാറില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നോട് ഇത്ര സിമ്പിൾ ആണൂടാ, എന്തിനാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, വളരെ ഈസി അല്ലേ ഇത് ചെയ്യുന്നത്, ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ തിരിച്ചും ആലോചിക്കുന്നതാണ്, ഇനി ഇത് പരിപാടി വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ സ്വിഗ്ഗിയുടെ സൊമാറ്റോടെ ഓർഡറാണ് പിന്നെ കണ്ടോണ്ടിരിക്കുന്നത്. സാറെ കൂടെ കയറാനേ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് പാളാനുള്ള സാഹചര്യം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തരൂ. ആസക്തിക്ക് ഉണ്ടോ കുക്കിംഗ്? ഇല്ലില്ല. എനിക്ക് കുക്കിംഗ് ആസ്വദിക്കാറുണ്ട്, കണ്ടു നിന്ന് ഉള്ള പരിപാടി, ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ലൊരു ഫുഡിയാണ്, എക്സ്പെരിമെന്റൽ ഫുഡ്സ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കുക്ക് ചെയ്യാൻ അറിയില്ല ഇതുവരെ. പക്ഷെ എനിക്ക് പഠിക്കണമെന്നും ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനൊരു ബിരിയാണി വെക്കും. ആക്ച്വലി മറ്റേ വിജയ് സൂപ്പറും പൗർണമിയൊക്കെ പഠിക്കാൻ പറ്റുന്ന അവസരമായിരുന്നു, കാരണം ഷെഫാണല്ലോ. അതിലെങ്ങനെ ചെയ്തപ്പോ ബേസിക് ആയിട്ട് നമ്മൾ അറിയാമല്ലോ, അഭിനയിക്കുമായിരുന്നു. അവിടെ ഉണ്ടാക്കാൻ റിയൽ ആയിട്ട് ഒരാൾ ഷെഫുണ്ട്, അഭിനയിക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം ഫസ്റ്റ് ഓക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട്. പക്ഷെ അന്നും ഈ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഷെഫിനെ ഞങ്ങൾ കൊണ്ടുവന്നു വീട്ടിലേക്ക്.
അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. നല്ല ശ്രമമായിരുന്നു, അത് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് പുള്ളി എത്തിച്ചത്. നമുക്ക് ആ ഷൂട്ടിന് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പുറത്തുനിന്നൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഷെഫാണ്. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്ന ഡിഷിൽ ക്ലോസസിലൊക്കെ കാണിക്കുന്ന കൈ അദ്ദേഹത്തിന്റെയാണ്. ഈ കട്ട് ചെയ്യുന്നതും ഈ മറ്റേ പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കറക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കൈയാണ്. കാണുമ്പോൾ ഞാനാണെന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ ഞാൻ അതായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല സമയത്തും ബ്രേക്കിനൊക്കെ ഇയാളുടെ സ്പെഷ്യാലിറ്റിയെ പറ്റിയും ഇയാളുടെ സ്പെഷ്യൽ ഡിഷസിനെ പറ്റിയൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഒരു ദിവസം വീട്ടിലേക്ക് വരാം. ആ 3 ദിവസം ഞങ്ങൾ ആളെ വീട്ടിൽ കൊണ്ടുവരുന്നത്. റിയൽ ലൈഫിൽ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഏത് എക്സ്ട്രീം വരെ ഒരു കാലത്ത് സംഭവിച്ചെന്ന് തോന്നിയ മോശം കാര്യം പിന്നീട് എന്തെങ്കിലും നല്ലതായിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ജീവിതം ഇപ്പൊ അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രമാണ്. അങ്ങനത്തെ ഒരു കാലമാണ്. ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇന്നും അറിയില്ല എന്തിനാണ് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു വരുത്തിട്ട് എന്നെ പിരിച്ചു വിടുകയാണ്. അതായത് ഞാൻ എത്ര പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വലിയ സ്ഥാപനമാണ്, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഞാൻ ലിറ്ററലി ബെഗ്ഗിയാണ്. എനിക്ക് പോവാൻ, ഞാൻ എവിടെ പോകും, ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നെന്ന് എനിക്കറിയാം. ഇപ്പൊ തമാശയായിട്ട് പറയുന്നെങ്കിലും അന്നത് ഒട്ടും തമാശയല്ല. നമ്മൾക്ക് ലിറ്ററലി നമ്മൾ കരയുക, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ശമ്പളമില്ല നാളെ മുതൽ. പക്ഷെ ആ ഇറങ്ങിപ്പോക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു ആഡ് ഫില്ലിംഗ് കമ്പനി തുടങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ആഡ് ഫില്ലിംഗ് കമ്പനി തുടങ്ങി. ദൈവകൃപ കൊണ്ട് ഈ സംസാരിക്കുന്ന നിമിഷം വരെ 750-ലധികം പരസ്യങ്ങൾ എഴുതി സംവിധാനം ചെയ്യാൻ സാധിച്ചു. കേരളത്തിലെ എല്ലാ ബ്രാൻഡുകളും എന്ന് വേണമെങ്കിൽ പറയാം, കൊള്ളാവുന്ന എല്ലാ സെഗ്മെന്റിലുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട്. ജീവിതത്തിൽ സംഭവിച്ച അന്നത്തെ മോശം കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമായിട്ട് മാറിയത് ഇങ്ങനെയാണ്. ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. അന്ന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പരീക്ഷ തോന്നുന്നു. അന്ന് ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അഞ്ചേട്ടനുണ്ടോ? സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സിനിമകളുടെ പ്രൊജക്ട് ഡിസൈനിങ്, പ്രൊജക്ട് കോർഡിനേറ്റിംഗ് പരിപാടികളിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു അങ്ങനത്തെ ഒരു സോ കോൾ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തൊരു ഒരുപാട് സമയവും എഫേർട്ടും ഒക്കെ ഉണ്ടായിട്ട് ഒരു സ്പേസിലെത്തിയപ്പം അത് ഡ്രോപ്പായിപ്പോയി. അപ്പോൾ എന്നോടിങ്ങനെ അപ്പോൾ അതിങ്ങനെ പൃഥ്വിക്ക് ആ കാര്യം, അപ്പോൾ പൃഥ്വി എന്നോട് നീ ഒരു കാര്യം, നീ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങും, നീ ഇൻഡിവിജ്വലായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുക, ഈ എഫേർട്ട് തന്നെയാണ് അവിടെയും എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അന്നാണ് നമ്മളിത് സീരിയസ് ആയിട്ട് ഇങ്ങനെ അരുൺ നാരായൺ പ്രൊഡക്ഷൻസ് എന്നുള്ളൊരു ബാനർ പരിപാടികൾ, അങ്ങനെ ഓൺ പ്രൊഡക്ഷൻ പരിപാടികളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആണിപ്പം ഈശോ ആണെങ്കിലും ചാവേറാണെങ്കിലും തലവനാണെങ്കിലും ബാക്ക് ടു ബാക്ക് സംഭവിക്കുന്നത് അവിടെ നിന്നാണ്. അതൊരു ഭയങ്കര ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് കള്ളക്കടത്ത് നീ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുന്നതാണ്, ഡേറ്റ് എവിടെ നിന്ന് കിട്ടുന്നില്ലേ. ഇപ്പൊ മറ്റുള്ളവർക്ക് നിങ്ങളെ സിനിമയിൽ ഒരു സാധനം കൂടെ പറയണം. അതായത് തിലകൻ ചേട്ടൻ മറ്റേ പുള്ളിയോട് മറ്റേ കരമന സാറിനോട് പറയണം, എടാ നീ എന്തെങ്കിലും ചെയ്ത് എനിക്കൊരു വിസ ഒപ്പിച്ചതാ, എന്നിട്ട് സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കോളാം, അവിടെ പോയി എന്തെങ്കിലും കള്ളക്കടത്ത് എടുത്തെങ്കിലും ഞാൻ ജീവിച്ചോളാം, അവിടെ പോയി പണിയെടുത്ത് ജീവിക്കാന്നല്ല കള്ളക്കടത്ത് എടുത്ത് ജീവിക്കാൻ മലേഷ്യയില്. സമയം എടുത്തിട്ട് മതി. ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടി അദ്ദേഹം ചിരിക്കുന്നത്. അത് തീർന്നു. അല്ല, ഇപ്പൊ ഈ ഉപദേശങ്ങളും ഈ പറഞ്ഞ ഉൾവിളികളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ നിങ്ങക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഉൾവിളികൾ എന്തൊക്കെയാ? ഉൾവിളികള് ഇപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കാര്യം ചെയ്യാൻ ഇപ്പൊ ഡബിംഗ് നിന്നാണ് തുടങ്ങുന്നത്. ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആകണം എന്ന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ഉൾവിളി കിട്ടിയതുകൊണ്ടാണ് അതിനുവേണ്ടി നടന്നത്. കാരണം എന്തെല്ലാം ജോലി ചെയ്യാൻ നമുക്ക് സിനിമയിലെ തന്നെ എന്തെല്ലാം ജോലികളുണ്ട്, ആർട്ട് ഡയറക്ഷൻ ഉണ്ട്, അല്ല എന്തെല്ലാം പരിപാടികളുണ്ട്. അതൊന്നും തോന്നാതെ ഡബിങ്ങിലേക്ക് വരാമെന്ന് തോന്നിയത് ആണ് ഒരു എന്നെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ 20 years of ആര്യ
സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായല്ലോ. ഈ ആര്യ ഭയങ്കര ഐക്കോണിക് ആയിട്ട് നിൽക്കുമ്പോഴും സ്റ്റിൽ നമ്മള് അല്ലു അർജുന്റെ സൗണ്ട് കേൾക്കുന്നത് ജിസേട്ടനിലൂടെ. ഈ ശരിക്കും ആ ഒരു മറ്റേ ഡബിങ് ഡയറീസ് ഒക്കെ ഇപ്പോഴും റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഡബ് ചെയ്തതും? 20 വർഷമായിരുന്നു ഞാനത് ആ പോസ്റ്റ് കാണുമ്പോഴാണ് ഞാനും പോലും അത്ഭുതപ്പെടുന്നത്. കാരണം 20 വർഷം കഴിഞ്ഞു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ട്രിവാൻഡ്രത്തെ ശ്രീ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ ആദ്യമായി ഡബിങ്ങിന് പോകുന്നത് എന്റെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, മറന്നുപോയ പോലെ ഫീൽ ചെയ്യുന്നു ഡബിങ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്, പിന്നെ അവരെന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അല്ല, ഇപ്പൊ ഇവൻ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു, നമ്മുടെ ഈ സിനിമയുടെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പരിപാടികൾ എല്ലാം ഫൈനൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസം രാവിലെ മുതൽ ജിസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളത്. പുഷ്പ 2 ട്രെയിലർ ഡബ് ചെയ്യാൻ പോയേക്കുമായിരുന്നു. അല്ല, അത് അത്രയും പാഷനോട് കൂടി തന്നെയാണ് ഇപ്പോഴും ജിസ് അതിനെ കാണുന്നത്. പുഷ്പ തിയേറ്റർ ഉറപ്പിക്കോ? ഞങ്ങള് കണ്ടു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഭയങ്കര ഒരു നല്ലൊരു ടൈം എന്ന് പറയാലോ. സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഈ പറഞ്ഞ ചിതുവിന്റെ സിനിമയും പറഞ്ഞ ചിതുവിന്റെ ഫസ്റ്റ് പടത്തില് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമിയോ സൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. എങ്ങനെ ശരിക്കും ഈ ടൈം ഭയങ്കര നോക്കിക്കാണുന്നത് നിങ്ങള്? ഏറ്റവും ബെസ്റ്റ് ടൈം അല്ലേ? അതായത് മലയാള സിനിമയിൽ എന്ത് തരം കണ്ടന്റും ഒരു എന്താ പറയാ, ഒരു മുൻധാരണയും മുൻവിധികളും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ സി യു സൂൺ പോലത്തെ സിനിമ എവിടെ ഉണ്ടാവുന്നു, കെട്ടിയുള്ളാണ് മാലാക പോലത്തെ കൊമേഴ്ഷ്യൽ ഒരു ഒത്തിരി പേരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻഹിബിഷനെ അല്ലെങ്കിൽ ഒരു തടസ്സത്തെ ഏറ്റവും ഈസി ആയിട്ട് കാണിച്ച ഒരു സിനിമയാണ്. അങ്ങനെ പല 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 ജോണറിൽപ്പെട്ട ജോജി പോലത്തെ സിനിമകൾ ഉണ്ടാവും, ഷട്ടർ പോലത്തെ സിനിമകൾ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു കാലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ ഒരു ലൈനുള്ള കഥ പോലും മേക്കിംഗ് കൊണ്ട് ഓടുന്ന തരത്തിലുള്ള ആവേശം പോലത്തെ പടങ്ങൾ ഉണ്ടാവുന്നു, മഞ്ഞുമൽ വോയിസുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ ആസീനോട് നേരത്തെ ചോദിച്ചില്ലേ മറ്റൊരു ഭാഷയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. അത് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ മലയാള സിനിമയിലെ മറ്റ് ഭാഷക്കാർ ഉറ്റുനോക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷയിലുള്ള മറ്റുള്ള റീജിയണിലുള്ള എല്ലാവരും മലയാളത്തിൽ എന്തിറങ്ങുന്നു, മലയാളത്തെ കുറിച്ച് ഈ വർഷം പിറന്നിട്ട് എത്ര ഹിറ്റുകൾ മലയാളത്തില്. ഇപ്പൊ നമ്മള് ഇപ്പൊ 6 മാസത്തോളം ആവുന്നു ഈ വർഷം പിറന്നിട്ട്. 5 മാസം മറ്റ് ഒരു ഭാഷയിലും ഇത്രയും വലിയ ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു മാസം പ്രേമലുവും ഭ്രമയുഗവും മഞ്ഞുമ്മലും പോലുള്ള സിനിമകൾ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകളാണ് മൂന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറുകൾ. ഒരു തരത്തിലുള്ള സിനിമയെ മാത്രം സമീപിക്കുന്ന അവസ്ഥയിലല്ല മലയാളികൾ അതിനെ കാണുന്നത്. അപ്പം അത് നമുക്കൊരു ധൈര്യമാണ്. ഒരേ പാറ്റേണിൽ പിടിക്കേണ്ട, നമുക്ക് സിനിമ നല്ലതാണെങ്കിൽ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളത് മറ്റൊരു ഭാഷയിലും ഇപ്പം അത് സംഭവിക്കുന്നില്ല. മലയാളത്തിൽ അത് ഒരുപാട് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത്. കാര്യം ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരുപാട് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഒരുമിച്ച് തുറക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് ഇപ്പൊ എവിടെ നമുക്ക് ഏത് സിനിമയ്ക്ക് പോയാലും നല്ല സിനിമകളാണ് കാണാൻ പറ്റുന്നത്. ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രമല്ല സിനിമകൾ വർക്കാവുന്നത്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നു, എല്ലാ സിനിമയ്ക്കും ആള് കയറുന്നു. അതൊരു ഭയങ്കര രസമുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കാര്യം നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് എന്താണ്, തിയേറ്ററിലേക്ക് ഇനി ആള് വരില്ല, OTT ആണ് ഇനി ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ റിയലൈസ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വന്നില്ലേ ആളുകൾ. വീണ്ടും തിയേറ്റേഴ്സിൽ പോയി ടിക്കറ്റ്, ആവേശത്തിന് ടിക്കറ്റ് ഇല്ല, മഞ്ഞുമല്ലിന് ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമ്മൾ വീണ്ടും കണ്ടു. തിയേറ്റർ മുഴുവൻ ആള് നിറഞ്ഞിരിക്കുന്നു, വീക്ക് ഡേയ്സിൽ കളക്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. ഈ മഞ്ഞുമൽ ഫസ്റ്റ് കാണും അതിന്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടാവില്ല അതിന് മുമ്പൊക്കെ തന്നെ. എങ്ങനെ അവര് ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോണെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ എല്ലാ സ്റ്റേജിലും, അതിന്റെ ഇനീഷ്യൽ തോട്ട് മുതൽ എപ്പോഴും ഒരുമിച്ചുണ്ട്, നമ്മളെപ്പോഴും ഒരുമിച്ചുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു ഇതെല്ലാം. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിൽ കണ്ടതിനേക്കാളൊക്കെ, അല്ലെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ ഒരുപാട് മോളിലായിരുന്നു ആ സിനിമ ചിതു കണ്ടതെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഈ ക്യാമിയോ ഒക്കെ വിളിക്കുമ്പോ വർഷങ്ങൾക്ക് ശേഷത്തിൽ നമ്മൾ കണ്ടു, മാരിലിംഗോപുരം എല്ലാത്തിലും വിളിക്കുമ്പോ ഇപ്പോഴും എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താ, പോവുക ചെയ്യുക, നമുക്ക് അതിന്റെ ഒരു ഭാഗമാവുക എന്നൊക്കെ പറയുമ്പോൾ. ഒരു സിനിമ ആളുകൾ ചെയ്യുന്നത് എത്രത്തോളം പാഷനേറ്റ് ആയിട്ടാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് എന്നെ കൊണ്ട് അതിനൊരു
ഒരു ഉന്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു കൈ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് എപ്പോഴും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് എന്നെ പേഴ്സണലി എഫക്ട് ചെയ്യില്ല എന്നെനിക്ക് തോന്നുന്നത് വരെ ഞാനത് ചെയ്യും. അത് ഇപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് എഗെയിൻ ഒരാൾക്ക് ഈ സിനിമ ഏറ്റവും നന്നായി ഇറക്കണം എന്നൊരാൾ ആഗ്രഹിക്കുകയും അയാൾ ആ സിനിമയ്ക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നു. അപ്പൊ അയാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗസ്റ്റ് റോൾസ് ചെയ്യുന്നത്. ഇപ്പം ഈ എന്തായാലും ക്യാമിയോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു റോള് കണ്ടത്. അപ്പൊ അത് പക്ഷെ എനിക്കിഷ്ടമാണത്. അത് അങ്ങനെയാണത്, ഞാൻ അങ്ങനെയാണ്. അല്ല, ഇപ്പോഴും പ്രേക്ഷകരെല്ലാരും ഈ തലവന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോഴും ഈ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, എന്നാണ് ജിസേട്ടാ നമുക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഈ സൺഡേ ഹോളിഡേ പോലെ, അല്ലെങ്കിൽ ഈ വിജയ് സൂപ്പറൊക്കെ ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. അപ്പം തിയേറ്ററിൽ അന്ന് ഈ ട്രെയിലറും ടീസർ പാട്ടൊക്കെ കണ്ടിട്ട് ആൾക്കാർ വരുന്ന ഒരു ഭയങ്കര ഫീൽ ഗുഡ് പരിപാടി ഉണ്ടല്ലോ, എന്നാണ് ഇനി അത് ആ ഒരു ജോണർ സിനിമ അടുത്ത് തന്നെ കാണോ? ഉടനെ തന്നെ കാണും എന്നുള്ള പ്രതീക്ഷിക്കാനും. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴും ഒരു കുടുംബം മുഴുവൻ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുത്ത് വിജയ് സൂപ്പറും സൺഡേ ഹോളിഡേയുടെ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു ഓഡിയൻസ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഒരു യൂത്ത് മാത്രമല്ലാണ്ട്, അല്ലെങ്കിൽ മനസ്സിലായി, ഒരു അങ്ങനെയല്ല, ഒരു വിഭാഗീയത അല്ലാതെ എല്ലാവരും കൂടെ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോ ശരിക്കും ജിസേട്ടന്റെ ഫേവറേറ്റ് ജോണർ ഏതാ? ഫീൽ ഗുഡ് ആണ്. അപ്പൊ പക്ഷെ ത്രില്ലറാണല്ലോ ഈ ഫസ്റ്റ് എഴുതിയതും. നമ്മൾ ഓരോ സമയത്തും കേൾക്കുന്ന കഥയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു സിനിമ കഴിഞ്ഞും കുറെ കഥകൾ കേൾക്കും, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓരോ പടവും വരുന്നത്, അങ്ങനെയാണ് എല്ലാവർക്കും വരുന്നത്. അപ്പോ തലവൻ മെയ് 24 ഇപ്പോൾ തലവൻ മെയ് 24 റിലീസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷകളാണല്ലോ ഈ അനൗൺസ്മെന്റ് മുതൽ കേട്ടിട്ടുള്ള പേരുകളിലുള്ള അല്ലെങ്കിൽ കോമ്പിനേഷനുകളിലുള്ള ആ ജോണറോടുള്ള പ്രതീക്ഷകളാണ് ഇത്രയും ദിവസം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വരുന്ന കാണുന്ന പ്രേക്ഷകർക്കും അതേ എക്സൈറ്റ്മെന്റും അതേ ത്രില്ലിംഗ് എക്സ്പീരിയൻസും തലവൻ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു. നല്ല ഇന്റർവ്യൂ ആയിരുന്നു.